ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നിപ്പോൾ ലുലുവിലോട്ട് പോവുകയാണ്. ഞാനും അഞ്ജലി. ഇതാണ് ഇന്നിത് കണ്ടു, ലുലുവിലോട്ട് പോകുന്നതിൻ്റെ തിരക്കാണ്. എൻ്റെ കുഞ്ഞു വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ലുലുവിൻ്റെ അകത്ത് കയറി. ഫസ്റ്റ് കയറിയത് ഷോപ്പേഴ്സിലായിരുന്നു. അവിടെ ഇതുപോലെ ഓഫറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അഞ്ജലി ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനാണ്, നമുക്കതാണല്ലോ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ അവിടെയാണ് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മിററിൽ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ് ഞാൻ എടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാനും അഞ്ജലിയും കൂടെ അവരുടെ തന്നെ ഷോപ്പേഴ്സിൻ്റെ തന്നെ ആ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലോട്ട് വന്ന് അവിടെ 50% ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. ഞാൻ ഈ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എന്തായാലും എടുത്തു. പക്ഷെ അഞ്ജലിക്ക് ഒന്നും സെറ്റായില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വേറെ 2 പേര് വന്നിട്ടുണ്ട്, കാർത്തിക്കും ദീപക്കണ്ണനും. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. എൻ്റെ കുഞ്ഞി എന്തോ ജനമായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കത. ഇവിടെ അവർക്കുള്ള ഒരു ചെറിയൊരു ഇതിട്ടുണ്ട്. അവിടെ അത്രയ്ക്ക് ആളായിരുന്നു, അത്രയ്ക്ക് ജനമായിരുന്നു. അത് ബാക്കിലൊക്കെ ഫുൾ ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പറയാതിരിക്കാൻ അത്ര ജനത്തിരക്കായിരുന്നു. വീഡിയോയിൽ കാണാം. അല്ലാതെ എല്ലായിടത്തും ആളാണ്. ഇവിടെ ഇപ്പൊ ഇടി അടങ്ങും. ഞങ്ങൾ ഇതിന്റെ അകത്ത് കയറിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ആയിക്കാണും. ഈ സാറിന് ഇട്ടോണ്ടുള്ള ഉന്തുവണ്ടി ഉണ്ടല്ലോ, അത് കിട്ടിയില്ല. അത് എടുക്കാൻ വേണ്ടി അത് എടുക്കാൻ വേണ്ടി ഇവളെ സേട്ടൻ പോയി, ദീപക്കണ്ണൻ. പക്ഷെ ദീപക്കണ്ണൻ പോയിട്ട് ദീപക്കണ്ണനെ കണ്ടില്ല. ഈ തിരക്കിനിടയ്ക്ക് ദീപക്കണ്ണന് എപ്പോൾ വരാനാണ്. ഇങ്ങനെ നിന്ന് ഇതാണ്ട് ഒരു സാധനം ഇതിന്റെ അകത്തുനിന്ന് കിട്ടി. അഞ്ജലി കൈക്കല ഒരാൾ ഇട്ടിട്ട് പോയി അവളെ എടുത്തു. ഇതുകൊണ്ട് ഇത്രയും ജനത്തിരക്കുണ്ട്. ഞങ്ങൾ എപ്പോഴും ബില്ല് അടിച്ചിട്ട് ഇറങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിയുമില്ല. ആണ് അവസ്ഥ. കാരണം പോയിട്ട് ഒരു ചെറിയ ഉന്തുവണ്ടിയെ കൊണ്ട് വന്നിട്ടുണ്ട്. വലിയ ഉന്തുവണ്ടി അവിടെ സൈഡിലോട്ട് ഒതുക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ ചെറിയ ഉന്തുവണ്ടിയിലുള്ള സാധനങ്ങൾ എടുക്കാൻ പോകുന്നത്. ഉരുട്ടറിയണമെങ്കിൽ ഇരുന്നെങ്കിൽ ഉരുട്ട് ആണ്. ഇങ്ങനെയൊക്കെയല്ലേ ഉരുട്ടി പഠിക്കുന്നത്. അഞ്ജലിക്ക് ഉരുട്ടറിയാം. ഞാനിവിടെ വന്നത് പിന്നെ വായി നോക്കാനൊന്നുമല്ല വന്നത്. ഇവിടെ ഇപ്പോൾ 50% ഓഫറല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നട്ട്സും സാധനങ്ങളൊക്കെ കിട്ടും. എടി നീ ഇങ്ങോട്ട് നിന്റെ ഞാൻ ഇവിടെ ഉണ്ട് ഓട്സ്. അപ്പം ഇവിടുന്ന് മേടിക്കാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ പിന്നെ പാത്രം മേടിച്ച് വന്നാൽ കണ്ടാത്തൊന്നും പൈസ ഉണ്ടല്ലോ. പൈസയൊന്നും ഇല്ല ഇവിടെ ഇല്ല. അപ്പുറത്തായിരിക്കും. ബാ പോ. ഞാനും അഞ്ജലിയും കൂടെ ഫിഷ്, എപ്പോഴും ചിക്കൻ തിന്നുന്നോണ്ട് ഇന്ന് ഫിഷ് മേടിക്കാൻ പറ്റില്ല. ഞാൻ കപ്പയും ആ മീനും മേടിച്ചു, ഇവള് ഈ മീൻ മേടിച്ചു. ഇതാണ് ഇവിടുത്തെ ക്യൂ. ആക്ച്വലി ഞങ്ങൾ ഏറ്റവും ബേക്കിലാണ് നിൽക്കേണ്ടത്. ഭാഗ്യത്തിന് അഞ്ജലി ഇടയ്ക്ക് ഇടിച്ച് കയറിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോണം. അഞ്ജലി, എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് അനുഭവം? ഇനി വരുമോ ഓഫർ ഇടുമ്പോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഷോപ്പിംഗ് അനുഭവം? പറയടി. ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞു. പോവാണ്. ഞങ്ങൾ 9 മണിക്ക് അല്ല, ഒരു 9:30 മണി 9:30 മണിക്ക് ഇതിനകത്ത് കയറിയതാണ്. സമയം ഇപ്പോൾ 12:15 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അത്രയ്ക്ക് ക്യൂ ആയിരുന്നു. എന്തായാലും നല്ല വേഷമായിട്ടുണ്ട്. പൊന്നളിയാ, ഇനി ഓഫർ ഇടുന്ന സമയത്ത് വരത്തില്ലേ, മതിയായി. ഇപ്പൊ വല്ലതും കഴിക്കണം. ഫുഡൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. സത്യം പറഞ്ഞ നടന്നും നിന്നും നടുവെള്ളമായിട്ടുണ്ട്. നടുവേദന എടുത്ത് വയ്യ. അഞ്ജലിക്ക് എങ്ങനെയുണ്ട്? നല്ല ചെറ. കാർത്തികയ്ക്ക് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് പോകാനും
നാളെ രാവിലെ ചോലക്ക് പോവേണ്ടതാണ്. അണ്ണ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവളെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് പോയല്ലോ ഈശ്വര. ആണ് ഞങ്ങളുടെ ഫുഡ്. ചിക്കൻ ഉണ്ട്, ചീനിയുണ്ട്, മീനുണ്ട്, മീൻ കറിയുണ്ട്, എല്ലാം ഉണ്ട്. കണ്ണൻ ഞങ്ങൾക്ക് അമുലിന്റെ ഐസ്ക്രീം ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, താങ്ക് യു. അണ്ണന്റെ നാണമാണ്. ഇത് അണ്ണന്റെ ഭാര്യ കാർത്തിക, ഇത് അഞ്ജലി മോൾ. അപ്പൊ ഞങ്ങള് ഐസ്ക്രീമും കുടിച്ചിട്ട് പോകും. ഇപ്പം സമയം 1 മണി. ഓക്കെ, ഇന്ന് ജൂലൈ 5 ജൂലൈ 5 എന്തൊക്കെയോ ഭൂകമ്പമൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഓർത്തിക്കണം. ഇത്രയൊക്കെയുള്ള എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.